എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിതിൽ മൈദയും അതുപോലെ തന്നെ പഞ്ചസാരയും ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇനി നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയല്ല മൈദയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈദയിലും ചെയ്യാം, ഇതേ അളവിൽ തന്നെ. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡറിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമ്മൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് പട്ട പൊടിച്ചതാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പൊടി നന്നായിട്ട് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അരിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ബേക്കിംഗ് പൗഡറൊക്കെ ആയി കിട്ടും. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരി എടുക്കുന്നുണ്ട്. നട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബദാമോ വാൾനട്ടോ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് പീക്കാനാണ്. അതുപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വീതം രണ്ടും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ടാക്കി എടുക്കുക. ഇത് നമ്മുടെ കേക്കിൻ്റെ താഴേക്ക് അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിന്ന് അവൻ ഇല്ലാതെയാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇരുമ്പിൻ്റെ പാത്രം ഒന്ന് നന്നായിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ചെറിയൊരു സ്റ്റീലിൻ്റെ കിണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ അടച്ച് വെച്ച് പ്രീ ഹീറ്റ് ആക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി മിക്സ് ചെയ്യാം. നമ്മളിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് എസൻസ് ഒഴിച്ചു കൊടുക്കാം. എസൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വാനില എസൻസ് ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ, നമ്മളിവിടെ പഴത്തിൻ്റെ എസൻസ് ആണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ബീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാം. ബീറ്ററില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തടിത്തവിയോ ഹാൻഡ് വിസ്കോ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ക്രീമി ആയിട്ട് വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ചാലും മതി. ഇതിലേക്ക് ഇനി ഒരു 3/4 കപ്പ് ബ്രൗൺ ഷുഗർ അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളത് നന്നായിട്ട് അലിയിച്ചെടുത്തിട്ട് മാത്രമേ അടുത്ത കാര്യങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് എൻ്റെ കൈവച്ചിട്ട് ഇതുപോലെ ബീറ്റാക്കി കൊടുക്കുമ്പോൾ അത് അലിഞ്ഞ് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പ്, അതായത് 50 ഗ്രാം ഉരുക്കിയ ബട്ടറാണ്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മത്തങ്ങയുടെ ഒരു പൾപ്പാണ്. അതായത് നന്നായിട്ട് പഴുത്ത മത്തങ്ങ തൊലി കളഞ്ഞിട്ട് പ്രഷർ കുക്കറിൽ ഒരു വിസിലടിക്കുക, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്. എന്നിട്ട് നന്നായിട്ട് തണുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 1 കപ്പാണ് ചേർക്കുന്നത്. മത്തങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മത്തങ്ങ ഓപ്ഷണലാണ്. മത്തങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് പഴം ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ മത്തങ്ങയോട് ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പംകിൻ സ്പൈസ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഏകദേശം അതുപോലെ ഉള്ളൊരു കേക്കാണ്, പക്ഷേ അതിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും പീക്കാനും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മൾ മത്തങ്ങ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇതുപോലൊരു ചെറിയൊരു ലോഫ്റ്റിനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ മുഴുവനായിട്ടും ഇതിൽ കൊള്ളില്ല. അപ്പോൾ ഞാൻ ബാക്കി 2 കപ്പ് കേക്കിൻ്റെ മോൾഡിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതൊന്ന് തട്ടിയതിന് ശേഷം നമുക്ക് നേരത്തെ ചൂടാകാനായിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെ പാത്രത്തിൽ ബേക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ ബേക്ക് ചെയ്യാം. അപ്പോൾ അവൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 170 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതേ സമയം തന്നെ എടുക്കും. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമ്മൾ എത്രയാണോ തീ വെക്കുന്നത് അതനുസരിച്ചിട്ട് സമയം വേരി ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അടുപ്പിൻ്റെ ചൂടനുസരിച്ചിട്ടും. അപ്പം ഒരു 50 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത കപ്പ് കേക്ക്. ഇത് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തുള്ളത്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഇതിപ്പോൾ ചെറിയ ചൂടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള ടീ കേക്ക് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മളത് കോട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്